മാധ്യമരംഗത്തെ കുത്തകകൾക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിയ പ്രസ്ഥാനമാണ് COA എന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ. കണ്ണൂരിൽ COA ഭവൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത ഘടകമായി കേരള വിഷൻ മാറിയെന്നും ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ എന്നും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ പറഞ്ഞു. അസോസിയേഷന്റെ ശക്തി എന്താണ്? അതൊരു സംഘടന എന്നുള്ള നിലയിൽ വഹിക്കുന്ന വലിയ പങ്കുണ്ട്. അതിന്റെ നോട്ടീസിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെയും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുള്ളതുപോലെയും ഇതൊരു സമാന്തരമായ ഒരു വെല്ലുവിളിയാണ് നാട്ടിൽ ഉയർത്തിയിരിക്കുന്നത്. മാധ്യമരംഗത്തെതിരെ അത് ലോകത്താകെയുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ അതിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിവക്ഷകളിലേക്കൊന്നും കടന്നുപോകുന്നത്. അതിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. അത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സാന്നിധ്യമായി ഇന്ന് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി. ഭരണ സംവിധാനത്തെ തിരുത്തി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പ്രചോദനമാണ് മാധ്യമങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ നമുക്കറിയാം ജനാധിപത്യ സംവിധാനത്തിൽ വഹിക്കുന്ന പ്രത്യേകിച്ചൊരു തദ്ദേശ സ്ഥാപനത്തിന് അതിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ആളെന്ന രീതിയിൽ കണ്ണൂർ വിഷനൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായ വിമർശനങ്ങൾ കണ്ണൂർ വിഷന്റെ ഭാഗത്ത് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആരോഗ്യപരമായ വിമർശനങ്ങൾ വാർത്താരംഗത്ത് ഉണ്ടായാൽ തീർച്ചയായും ഏതൊരു ഭരണ സംവിധാനത്തെയും തിരുത്തി അതിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള പ്രചോദനം ആണ് ഇത്തരം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് അതിൻ്റെതായ പങ്കുണ്ട്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ ഛായാചിത്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാറും കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് ജോസ് ജോസഫിന്റെ ഛായാചിത്രം സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസും അനാച്ഛാദനം ചെയ്തു. ആശ അൻവർ, ലിയോ ജോസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. V വിജയകൃഷ്ണൻ സ്വാഗതവും C സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.